സോ അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 24. നമുക്ക് നോക്കാം വൺ ഹു ആക്ട്സ് അഗെയിൻസ്റ്റ് റിലീജിയൻ. അതിൻ്റെ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്താണെന്നാണ് നോക്കിയിരിക്കുന്നത്. ഇപ്പം 4 ഓപ്ഷൻസ് ഉണ്ട്. ഹെററ്റിക് ആണ് ഇതിൻ്റെ ഉത്തരം. ഹെററ്റിക് ആണ് വൺ ഹു ആക്ട്സ് അഗെയിൻസ്റ്റ് റിലീജിയൻ എന്ന വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ്റെ ഉത്തരം. വൺ ഹു ആക്ട്സ് അഗെയിൻസ്റ്റ് റിലീജിയൻ ഹെററ്റിക്. നമുക്ക് ഹിഡോണിസ്റ്റ് എന്താണെന്ന് നോക്കാം. ഓപ്ഷൻ ബി. ഹിഡോണിസ്റ്റ് എന്ന് പറയുന്നത് എന്താ പറയുക, നമുക്ക് വളരെ സെൻഷ്വൽ പ്ലഷറിൽ മാത്രം വിശ്വസിക്കുന്ന ഒരു വ്യക്തിയില്ലേ, ലൗകികമായ സുഖങ്ങളിൽ മാത്രം വിശ്വസിക്കുന്ന ഒരു വ്യക്തിയെ പറയുന്ന പേരാണ് ഹിഡോണിസ്റ്റ്. ഹിഡോണിസ്റ്റ് എന്ന് പറയുന്നത് സെൻസ്വൽ പ്ലഷർ എന്ന് ഓർത്തിരുന്നത്. സെൻസ്വൽ. ഇനി ഫെയ്ത്ത്ലെസ് എന്ന് പറഞ്ഞാൽ ഫെയ്റ്റാണ് എല്ലാ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ ഒരു ഫെയ്റ്റാണ് അല്ലെങ്കിൽ വിധിയാണെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഫെയ്ത്ത്ലിസ്റ്റ്. ഫെയ്റ്റിൽ വിശ്വസിക്കുന്ന വ്യക്തിയാണ് ഫെയ്ത്ത്ലിസ്റ്റ്. ഈ ഫിജിറ്റീവ് എന്ന് പറഞ്ഞാൽ അബ്സ്കോണ്ടർ. ഇപ്പം വിജയ് മല്യ ഒരു ഫിജിറ്റീവ് ആണ്. ഫിജിറ്റീവ് ഒഫൻഡേഴ്സ് ബിൽ എന്ന് പറഞ്ഞ ഒരു ബില്ലൊക്കെ കുറച്ച് നാൾ മുമ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു. ഫിജിറ്റീവ് എന്ന് പറഞ്ഞാൽ അബ്സ്കോണ്ടറിനെയാണ് ഇവിടുന്ന് നമ്മുടെ നിയമത്തിൻ്റെ വലയിൽ നിന്നും രക്ഷപ്പെട്ട് ഓടുന്ന ഒരു വ്യക്തിനെ ഫിജിറ്റീവ് എന്ന് പറയും. അബ്സ്കോണ്ടർ എന്ന വ്യക്തിനെ ഫിജിറ്റീവ് എന്ന് വിളിക്കും. സോ അപ്പോൾ ഇതിൻ്റെ ഉത്തരം ഓൾറെഡി നമ്മൾ പറയുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 24 ആണ്. ഓപ്ഷൻ എ ആണ് ക്വസ്റ്റ്യൻ നമ്പർ 24ൻ്റെ ഉത്തരം. ക്വസ്റ്റ്യൻ നമ്പർ 25. വൺ ഹു കമ്പൈൽസ് ഡിക്ഷണറി കമ്പൈൽ ചെയ്യുന്ന വ്യക്തിയെ വിളിക്കുന്ന പേര്. നമുക്ക് ഓരോ ഓപ്ഷൻസ് നോക്കാം. ഈ ഷെഫർ എന്ന് പറഞ്ഞ ഇത് സ്പെല്ലിംഗ് ഓർത്തിരിക്കും. ഇത് ഡ്രൈവറിനെ വിളിക്കുന്ന പേരാണ് ഇത്, ഓപ്ഷൻ എ. അതുപോലെ തന്നെ രണ്ടാമത്തെ ഓപ്ഷൻ ബി എന്ന് പറഞ്ഞാൽ അതായത് നമ്മൾ കമ്പയറിംഗ് എന്നൊക്കെ പറയത്തില്ലേ, ആങ്കറിങ്ങിൻ്റെ മറ്റൊരു ഫോമാണ് കമ്പയറിംഗ് എന്ന് പറയത്തില്ലേ. അപ്പം അങ്ങനെ ആങ്കർ ചെയ്യുന്ന വ്യക്തി അല്ലെങ്കിൽ കമ്പയർ ചെയ്യുന്ന വ്യക്തി വിളിക്കുന്ന പേരാണ് കമ്പയർ. ആങ്കർ എന്ന് ഓർത്തിരുന്നാൽ മതി, നമുക്ക് ഏകദേശം അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയാൽ മതി. സെഫോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇലക്ഷൻസിനെ പറ്റി പഠിക്കുന്ന ഒരു വ്യക്തി, ഇലക്ഷൻ്റെ പാറ്റേൺസിനെയൊക്കെ പഠിക്കുന്ന വ്യക്തിയുടെ പേരാണ് സെഫോളജിസ്റ്റ്. ഓപ്ഷൻ സി. ഇലക്ഷൻസ് എന്ന് ഓർത്തിരുന്നാൽ മതി. സോ ലെക്സിക്കോഗ്രാഫർ ഓപ്ഷൻ ഡി, അതാണ് വൺ ഹു കമ്പൈൽസ് ഡിക്ഷണറി, അതാണ് ഇതിൻ്റെ ഉത്തരവും. അടുത്ത ക്വസ്റ്റ്യൻ, മർഡർ ഓഫ് എ കിങ് എന്ന രാജാവിനെ കൊല്ലുന്ന ആ ഒരു പ്രക്രിയയെ വിളിക്കുന്ന പേര്, അത് ഓപ്ഷൻ എ ആണ് ഇതിൻ്റെ ഉത്തരം. റെജിസൈഡ് എന്നാണ് മർഡർ ഓഫ് എ കിങ് എന്ന അതിൻ്റെ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ. സോ ബാക്കി ഓപ്ഷൻസിലേക്ക് പെറിസൈഡ് എന്ന് പറഞ്ഞാൽ മർഡർ ഓഫ് പേരൻസിനെ മേർഡർ ചെയ്യുന്ന ആ ഒരു പ്രക്രിയ, ആ ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ ആ ഒരു കൊലപാതകത്തെ വിളിക്കുന്ന പേരാണ് പെറിസൈഡ്. മർഡർ ഓഫ് പേരൻസ്. അപ്പം അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും രണ്ടും ഐദർ ഫാദർ ഓർ മദർ അല്ലെങ്കിൽ ബോത്ത്, അതിനെ പെറിസൈഡ് എന്ന് വിളിക്കാം. സോ ഫിലിസൈഡ് എന്ന് പറയുന്നത് അടുത്ത ഓപ്ഷൻ ഫിലിസൈഡ് ആണ്. ഫിലിസൈഡ് എന്ന് പറഞ്ഞാൽ സ്വന്തം മക്കളെ കൊല്ലുന്ന ആ ഒരു പ്രവൃത്തിയാണ് അല്ലെങ്കിൽ ആ ഒരു മേർഡറിനെയാണ് ഫിലിസൈഡ് എന്ന് വിളിക്കുന്നത്. മർഡർ ഓഫ് വൺസ് ചിൽഡ്രൻ, സ്വന്തം ചിൽഡ്രനാണേ, വൺസ് ചിൽഡ്രൻ, അതായത് ഓൺ ചിൽഡ്രൻ, അതായത് സ്വന്തം ബ്രദറിനെ, സ്വന്തം സഹോദരനെ കൊല്ലുന്ന ആ ഒരു മേർഡറിനെ വിളിക്കുന്ന പേരാണ് ഫ്രെട്രിസൈഡ് എന്ന് പറഞ്ഞാൽ. മർഡർ ഓഫ് ബ്രദർ. സോ മർഡർ ഓഫ് കിങ് എന്ന് പറഞ്ഞാൽ റെജിസൈഡ്, പെറിസൈഡ് മർഡർ ഓഫ് പേരൻസ്, ഫിലിസൈഡ് എന്ന് പറയുന്നത് മർഡർ ഓഫ് വൺസ് ഓൺ ചിൽഡ്രൻ, ഫ്രെട്രിസൈഡ് എന്ന് പറഞ്ഞാൽ മർഡർ ബ്രദർ. സോ അടുത്ത ക്വസ്റ്റ്യൻ, ഫിയർ ഓഫ് ട്രാവൽ. അതിനെ വിളിക്കുന്ന വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ഏതാണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. സോ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ഡിപ്സോഫോബിയ എന്ന് പറയുന്ന ഈ എന്താ പറയുക, ഫിയർ ഓഫ് തേഴ്സ്റ്റ് എന്ന് പറയത്തില്ലേ, ഫോബിയ എന്ന് പറഞ്ഞാൽ ഫിയർ ആണ്. സോ ഫിയർ ഓഫ് തേഴ്സ്റ്റ്, ദാഹത്തിൻ്റെ പേടി. ഈ ഹോഡോഫോബിയ എന്ന് പറഞ്ഞാൽ ഫിയർ ഓഫ് ട്രാവൽ, അതാണ് നമ്മുടെ ഈ ക്വസ്റ്റിൻ്റെ ഉത്തരം. ഫിയർ ഓഫ് ട്രാവലാണ് ഹോഡോഫോബിയ. ഇനി പെനിയോഫോബിയ എന്ന് പറയുന്നത് ഫിയർ ഓഫ് പോവേർട്ടി അല്ലെങ്കിൽ ദാരിദ്ര്യത്തിനെ പറ്റിയുള്ള ഭയം, അതാണ് പെനിയോഫോബിയ എന്ന് പറയുന്നത്. ഫിയർ ഓഫ് പോവർട്ടി. ഇനി അടുത്തായിട്ട് മെനമോഫോബിയ ആണ്. മെനമോഫോബിയ എന്താണെന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് അറിയാൻ സാധിക്കും.
ഈ പഴയ മെമ്മറീസിനെ പറ്റിയിട്ടുള്ള പേടി, ഫിയർ ഓഫ് ഓൾ മെമ്മറീസ്, അതാണ് മെനമോഫോബിയ എന്ന് പറയുന്നത്. ഫിയർ ഓഫ് ഓൾ മെമ്മറീസ്, അതാണ് മെനമോഫോബിയ. അതുപോലെ നമുക്ക് ഒരുപാട് ഫോബിയ, മോണോഫോബിയ എന്ന് പറഞ്ഞാൽ ഫിയർ ഓഫ് ലോൺലിനെസ്സിനെ വിളിക്കുന്ന പേരാണ്. മൈസോഫോബിയ എന്ന് പറഞ്ഞാൽ ഫിയർ ഓഫ് കണ്ടാമിനേഷൻ അല്ലെങ്കിൽ ഫിൽത്തിനെ വിളിക്കുന്ന പേരാണ്. അല്ലെങ്കിൽ മെഗലോമാനിയ എന്ന് പറഞ്ഞ ഒരു ഡിലൂഷൻ അബൌട്ട് വൺസ് ഓൺ ഗ്രേറ്റ്നസ്. ഇതൊക്കെ ഒരുപാടുണ്ട്. ഞാൻ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസിൽ അല്ലെങ്കിൽ ബാക്കിയുള്ള ടെസ്റ്റുകൾ നമ്മൾ കവർ ചെയ്ത് പോകുന്നതാണ്. സോ നമ്മളിപ്പോൾ ഇതൊക്കെ ഓർത്തിരിക്കുക. ഡിപ്സോഫോബിയ എന്ന ഫിയർ ഓഫ് തേഴ്സ്റ്റ്, ഹോഡോഫോബിയ എന്ന് പറഞ്ഞാൽ ഫിയർ ഓഫ് ട്രാവൽ, പെനിയോഫോബിയ എന്ന് പറഞ്ഞാൽ ഫിയർ ഓഫ് പോവർട്ടി, അതുപോലെ തന്നെ മെനമോഫോബിയ എന്ന് പറഞ്ഞാൽ ഫിയർ ഓഫ് ഓൾ മെമ്മറീസ്. So question number 28. One who does not believe in any form of authority or one who believes or tries to bring about a state of lawlessness. അതായത് പ്രക്രിയകളെ അല്ലെങ്കിൽ നിയമ സംവിധാനത്തെ എതിർക്കുന്ന അല്ലെങ്കിൽ നിയമ സംവിധാനത്തിൽ വിശ്വാസം ഇല്ലാത്തൊരു വ്യക്തി. സോ നമുക്ക് ആദ്യം ഓപ്ഷൻസിലേക്ക് കടക്കാം. ബൊഹീമിയൻ എന്ന് പറഞ്ഞാൽ അൺകൺവെൻഷണൽ സ്റ്റൈൽ ഓഫ് ലിവിങ്, ഒരു പ്രത്യേകതരം ജീവിതം എന്നൊക്കെ പറയത്തില്ലേ, അങ്ങനെയുള്ള ഒരു അൺകൺവെൻഷണൽ സ്റ്റൈൽ ഓഫ് ലിവിങ്ങിനെയാണ് ബൊഹീമിയൻ സ്റ്റൈൽ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ വൺ ഹു പ്രാക്ടീസസ് ആൻ അൺകൺവെൻഷണൽ സ്റ്റൈൽ ഓഫ് ലിവിങ്, ഒരു പ്രത്യേകതരം ജീവിതം നയിക്കുന്ന ഒരു വ്യക്തി, അൺകൺവെൻഷണൽ സ്റ്റൈൽ ഓഫ് ലിവിങ്. ഇനി കൊനോഷ്യർ, അതിൻ്റെ കറക്റ്റ് പ്രൊണൗൺസിയേഷൻ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ നോക്കുക. അതുപോലെ ക്രിട്ടിക്കൽ ജഡ്ജ് ഓഫ് ആർട്ട്, ഇപ്പോൾ ഒരു കലാരൂപത്തെ വളരെ ക്രിട്ടിക്കലായിട്ട്, അതായത് വളരെ എന്താ പറയുക, നിരീക്ഷണ പാടവത്തോട് അല്ലെങ്കിൽ ഒരു നിരൂപകൻ എന്ന രീതിയിൽ അതിനെ നോക്കിക്കാണുന്ന അല്ലെങ്കിൽ അതിനെ വീക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ് കൊനോയ്സർ എന്ന് പറയുന്നത്. കൊനോയ്സർ എന്നാണ് തോന്നുന്നു അതിൻ്റെ പ്രൊണൗൺസിയേഷൻ. സോ ക്രിട്ടിക്കൽ ജഡ്ജ് ഓഫ് എനി ആർട്ട് ആൻഡ് ക്രാഫ്റ്റ്, അതാണ് ഈ ഓപ്ഷൻ ബി. അതായത് ഒരു നിരൂപകൻ എന്ന് പറയത്തില്ലേ, ഒരു കലാരൂപത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ആർട്ട് രൂപത്തിൻ്റെ നിരൂപൻ, ക്രിട്ടിക്കൽ ജഡ്ജ് ഓഫ് ആർട്ട്, അതാണ് ഈ പറയുന്ന ഓപ്ഷൻ. നമുക്ക് അടുത്ത ഓപ്ഷനിലേക്ക് കടക്കാം. അനാർക്കിസ്റ്റ്, ഓപ്ഷൻ സി എന്ന് പറഞ്ഞാൽ കോൺവലസൻസ്. അതെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഓപ്ഷൻ സി ഉദ്ദേശിക്കുന്നത് വൺ ഹൂ ഇസ് റിക്കവറിങ് ഹെൽത്ത് ആഫ്റ്റർ ഇല്ല, അതായത് ഒരു അസുഖത്തിന് ശേഷം റിക്കവർ ചെയ്യുന്ന ഒരു വ്യക്തിനെ വിളിക്കുന്ന പേരാണ് കോൺവാലസൻ എന്ന് പറഞ്ഞ ഈ വാക്ക്. വൺ ഹൂ ഇസ് റിക്കവറിങ് ആണ് ഹെൽത്ത് ആഫ്റ്റർ ഇൽനെസ്സിനെയാണ് ഈ പറയുന്ന ഓപ്ഷൻ വിളിക്കുന്നത്. സോ നമ്മുടെ ഓപ്ഷൻ ഡി ആണ് ഇതിൻ്റെ ഉത്തരം, അനാർക്കിസ്റ്റ്. നിയമ സംവിധാനത്തിൽ വിശ്വാസമില്ല അല്ലെങ്കിൽ അതിനെ എതിർക്കുന്ന ഒരു വ്യക്തിനെ അനാർക്കിസ്റ്റ് എന്ന് വിളിക്കുന്നത് വളരെ കോമൺ ആയിട്ടുള്ളൊരു പ്രയോഗമാണ്, എന്തായാലും ഓർത്തിരിക്കേണ്ടതാണ്. സോ ക്വസ്റ്റ്യൻ നമ്പർ 29. വൺ ഹൂ ഇസ് സെൻറ്റർ ഓഫ് അട്രാക്ഷൻ, ഒരു ആൾക്കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന അല്ലെങ്കിൽ വൺ ഹൂ ഇസ് സെൻറ്റർ ഓഫ് അട്രാക്ഷൻ, ആ ഒരു പദപ്രയോഗത്തിന് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ, അങ്ങനെ ഒരു വ്യക്തി. അപ്പം നമുക്ക് ആദ്യം ഓപ്ഷൻസ് നോക്കാം. ഈ സിനിക് എന്ന വ്യക്തി എന്ന് പറയുന്നത് എപ്പോഴും എല്ലാത്തിനെയും വളരെ ഒരു ഡൗട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ എല്ലാത്തിനെയും വൺ ഹൂ സ്നിയേഴ്സ് അറ്റ് ദ ബിലീഫ് ഓഫ് അതേഴ്സ്, ഇപ്പോൾ ഒരാളുടെ വിശ്വാസത്തെ എപ്പോഴും ചോദ്യം ചെയ്യുന്ന ഒരു വ്യക്തി എന്ന് പറയത്തില്ലേ, വൺ ഹൂ ക്വസ്റ്റ്യൻസ്, അല്ലെങ്കിൽ കുറേയും കൂടെ എക്സാക്ട് പറഞ്ഞ സ്നിയേഴ്സ് എന്ന് പറയും. വൺ ഹൂ സ്നിയേഴ്സ് അറ്റ് ദി ബിലീഫ് ഓഫ് അതേഴ്സ്, സിനിക്ക്. ഇപ്പം ഡെബനയർ എന്ന് പറയുന്നത് വളരെ എന്താ പറയുക, സ്യുവായിട്ടുള്ള വളരെ പോളിഷ്ഡ് ആയിട്ടുള്ളൊരു വ്യക്തിനെയാണ് ഡെബനയർ എന്ന് പറയുന്നത്. അത് കുറേയും കൂടെ ക്ലിയർ ആയിട്ട് പറയുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ വളരെ ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ പോളിഷ്ഡ് ആയിട്ടുള്ളൊരു വ്യക്തി, ആ ഡെബനയർ. അതിൻ്റെ മറ്റൊരു വേർഡാണ് SUAB, അല്ലെങ്കിൽ വൺ ഹൂ ഇസ് എ പോളിഷ്ഡ് ആൻഡ് ലൈറ്റ് ഹാർട്ടഡ് പേഴ്സൺ ആണ് ഡെബനയർ എന്ന് പറയുന്നത്. എപ്പിക്യൂർ എന്ന് പറയുന്നത് അത് ഭക്ഷണത്തിലും അല്ലെങ്കിൽ അതുപോലെ തന്നെ ഡ്രിങ്കിങ്ങിലും ഒരുപാട് താല്പര്യം പ്രകടിപ്പിക്കുന്ന ഒരു വ്യക്തിനെയാണ് എപ്പിക്യൂർ എന്ന് പറയുന്നത്. ഈറ്റിംഗ് ആൻഡ് ഡ്രിങ്കിങ് എന്ന് ഓർത്തിരുന്നാൽ മതി. ഈറ്റിംഗ്
ആൻഡ് ഡ്രിങ്കിങ്. ഈറ്റിംഗ് ആൻഡ് ഡ്രിങ്കിങ് ആണ് എപ്പിക്യൂർ. സോ ഓപ്ഷൻ ഡി ആണ് ഇതിൻ്റെ ഉത്തരം, സിനോഷർ. വൺ ഹൂസ് സെൻറ്റർ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നതിൻ്റെ വാക്കാണ് സിനോഷർ. സോ 1 വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻസ് ലാസ്റ്റിൽ നമ്മൾ 20 ചോദ്യമാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ ക്വസ്റ്റ്യൻ നമ്പർ 30. വൺ ഹൂ ഈസ് നോട്ട് ഇൻ എ പൊസിഷൻ ടു പേ ഹിസ് ഡെപ്റ്റ്. അതായത് കടം മേടിച്ച പൈസ തിരിച്ചു കൊടുക്കാൻ പറ്റാത്തൊരു വ്യക്തി. അതിനെ വളരെ കോമൺ ആയിട്ടുള്ള പ്രയോഗമാണ് ഇൻസോൾവെൻ്റ് ആണ് ആ വ്യക്തിയെ വിളിക്കുന്ന പേര്. ഇപ്പം മേഴ്സണറി എന്ന് പറഞ്ഞ വ്യക്തി അല്ലെങ്കിൽ ആ പദപ്രയോഗം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് നോക്കാം. ഈ മേഴ്സണറി എന്ന് വിളിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ വൺ ഹു ഡസ് സംതിങ് ഫോർ ദ സേക്ക് ഓഫ് മണി. അതായത് പൈസയ്ക്ക് വേണ്ടി എന്തും ചെയ്യുന്ന അല്ലെങ്കിൽ പൈസയ്ക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു വ്യക്തിയെ വിളിക്കുന്ന പേഴ്സണാണ് വൺ ഹു മേഴ്സണറി എന്ന് പറയുന്നത്. അതായത് വൺ ഹു ഡസ് സംതിങ് ഫോർ ദ സേക്ക് ഓഫ് മണി. വൺ ഹു ഡസ് സംതിങ് അല്ലെങ്കിൽ എനിത്തിങ് എന്ന് വേണേൽ പറയാം. ഫോർ ദ സേക്ക് ഓഫ് മണി, പൈസയ്ക്ക് വേണ്ടി എന്തും ചെയ്യുന്നൊരു വ്യക്തി, അതിനാണ് മേഴ്സണറി എന്ന് വിളിക്കുന്നത്. ഫോർ ദി സേക്ക് ഓഫ് മണി. കട്ട് ചെയ്യുക. അമൃത 2 മിനിറ്റ്. പോയിട്ട് വാ. ഇപ്പോഴോ? സോ അടുത്ത ഓപ്ഷൻ ന്യൂമിസ്മാറ്റിക്സ്. ന്യൂമിസ്മാറ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക, വൺ ഹു കളക്ട്സ് കോയിൻസ്. ഈ കോയിൻ കളക്ടറിനെ വിളിക്കുന്ന, അതായത് കോയിൻ കളക്ഷൻ ഒരു ഹോബിയായിട്ട് കൺസിഡർ ചെയ്യുന്ന ഒരു വ്യക്തിയെ പറയുന്ന പേരാണ് ഈ ന്യൂമിസ്മാറ്റിസ്റ്റ് എന്ന് പറഞ്ഞാൽ. കോയിൻസ് നോർത്തിരുന്നാൽ മതി. ഞാൻ ഒളിക്കൂടെ പറയുകയാണെങ്കിൽ ഞാൻ ക്ലിയർ ആയിട്ടുള്ള ഒരു സ്റ്റഡി നോട്ട്, കുറച്ചും കൂടെ വൃത്തിയായിട്ട് എഴുതുന്ന സ്റ്റഡി നോട്ട് നിങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിൽ, ടെലിഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പക്ഷെ എങ്കിൽ പോലും നിങ്ങളിപ്പോൾ നോട്ട് ചെയ്ത് വെക്കുന്നതാണ് നിങ്ങൾക്ക് ഓർത്തിരിക്കുന്നത് എപ്പോഴും നല്ലത്. ഇപ്പോൾ ന്യൂമിസ്മാറ്റിസ്റ്റ് എന്ന് പറഞ്ഞാൽ ആരാണ്? വൺ ഹു കളക്ട്സ് കോയിൻസിനെ പറയുന്ന പേരാണ് ന്യൂമിസ്മാറ്റിസ്റ്റ്. ഈ സ്റ്റോയിക് എന്ന് പറഞ്ഞാൽ വളരെ ഇൻഡിഫറൻ്റ് ആയിട്ട് ബിഹേവ് ചെയ്യുന്നൊരു വ്യക്തിനെയാണ് ഈ സ്റ്റോയിക് എന്ന് പറയുന്നത്. കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് പറയുകയാണെങ്കിൽ പേഴ്സൺ ഹു ഈസ് ഇൻഡിഫറൻറ്റ് ടു പെയിൻ ആൻഡ് പ്ലഷർ ഓഫ് ലൈഫ്. ഇപ്പോൾ നമ്മുടെ സന്തോഷത്തിലോ അല്ലെങ്കിൽ നമ്മുടെ ദുഃഖത്തിലോ ഒന്നും എന്താ പറയുക, ഒട്ടും ഇൻഡിഫറൻ്റ് ആയിട്ട് പെരുമാറുന്നത്, അല്ലെങ്കിൽ വൺ ഹു ഈസ് അതൊന്നും കാര്യമാക്കാത്ത, സന്തോഷവും കാര്യമാക്കത്തില്ല, ദുഃഖവും കാര്യമാക്കത്തില്ല, അങ്ങനെ ഒരു വ്യക്തിയാണ് സ്റ്റോയിക് എന്ന് പറയുന്നത്. എഴുതി വെക്കുന്നില്ല, അർത്ഥം മനസ്സിലായെന്ന് കരുതുന്നു. സോ നമ്മുടെ ക്വസ്റ്റ്യൻ വൺ ഹു ഈസ് നോട്ട് ഇൻ എ പൊസിഷൻ ടു പേ ഹിസ് ഡെപ്റ്റ്, ഈ പറയുന്ന ക്വസ്റ്റ്യൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, ഇൻസോൾവെൻറ്റ്. സോ ക്വസ്റ്റ്യൻ നമ്പർ 31. വൺ ഹു ഈസ് ഫോണ്ട് ഓഫ് സോളിറ്റ്യൂഡ്. അത് ഏകാന്തതയെ ഇഷ്ടപ്പെടുന്നൊരു വ്യക്തി. സോ നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ആദ്യം ഈ വെർച്വോസോ എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഒരു ബ്രില്യൻ സ്റ്റേജ് പെർഫോമറിനെ വിളിക്കുന്ന പേരാണ് വെർച്വോസോ എന്ന് പറയുന്നത്. അത് നല്ലൊരു കഴിവ്, സ്റ്റേജിൽ പെർഫോം ചെയ്യാൻ, എസ്പെഷ്യലി മ്യൂസിക്കൊക്കെയാണ്, അതിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റുന്നൊരു കഴിവുള്ളൊരു വ്യക്തിയെ വിളിക്കുന്ന പേരാണ് സ്റ്റേജ് വെർച്വോസോ എന്ന് പറയുന്നത്. എസ്പെഷ്യലി മ്യൂസിക്കാണ് കുറേ കൂടെ, മ്യൂസിക് നല്ല രീതിയിൽ സ്റ്റേജിൽ പെർഫോം ചെയ്യുന്നൊരു വ്യക്തിയാണ് കുറേ കൂടെ ആപ്റ്റായിട്ട് പറ്റുന്നത് വെർച്വോസ് എന്ന് പറയുന്നത്. സോ വെർച്വോസ് ആണ്. ആംബിഡെക്സ്ട്രസ് വേറെയാണ്. ആംബിഡെക്സ്ട്രസ് വളരെ കോമൺ ആണ്, നമുക്കറിയാവുന്നതാണ്. 2 കൈ കൊണ്ടും എഴുതാനോ ആ ഒരു കഴിവുള്ളൊരു വ്യക്തിനെ വിളിക്കുന്ന പേരാണ് ആംബിഡെക്സ്ട്രസ് എന്ന് വിളിക്കുന്നത്. 2 കൈ കൊണ്ട് എഴുതാൻ പറ്റുന്നൊരു വ്യക്തി, അതാണ് ആംബിഡെക്സ്ട്രസ്. സോ നമുക്ക് ആർസണിസ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ സി എന്താണെന്ന് നോക്കാം. ആർസണിസ്റ്റ് എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഒരു കാര്യം, ഈ ആംബിഡെക്സ്ട്രസ് എന്ന് പറഞ്ഞാൽ വൺ ഹു ഈസ് കംഫർട്ടബിൾ വിത്ത് ബോത്ത് ഹാൻഡ്സ്. എഴുതാൻ മാത്രമല്ല 2 കൈ കൊണ്ട് ഇപ്പം ബാറ്റ് ചെയ്യാൻ അറിയാവുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ റൈറ്റ് ഹാൻഡും ലെഫ്റ്റ് ഹാൻഡും രീതിയിൽ ബാറ്റ് ചെയ്യാൻ അറിയുന്ന വ്യക്തി, അല്ലെങ്കിൽ എഴുതാൻ അറിയാവുന്ന വ്യക്തി, അതായത് വൺ ഹു ഈസ് കംഫർട്ടബിൾ വിത്ത് ബോത്ത് ഹാൻഡ്സ്, അതാണ് ആംബിഡെക്സ്ട്രസ്. ബോത്ത് ഹാൻഡ്സ്, കംഫർട്ടബിൾ വിത്ത് ബോത്ത് ഹാൻഡ്സ് ആണ് ജസ്റ്റ് കോഡ് നെയിം പോലെ എഴുതിച്ചതേ ഉള്ളൂ. ഈ ആർസണിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബിൽഡിംഗ് കത്തിക്കുന്ന ഒരു വ്യക്തി, അതാണ്, അല്ലെങ്കിൽ ഒരു സംഭവം കത്തിക്കുന്ന ഒരു വ്യക്തിയാണ് ആർസണിസ്റ്റ് എന്ന് പറയുന്നത്. ഹൂ സെറ്റ്സ് എ ബിൽഡിംഗ് ഓൺ ഫയർ എന്ന് വേണേൽ പറയാം. സെറ്റ്സ് ഫയർ. സോ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് റെക്ലൂസ് ആണ്. വൺ ഹു ഈസ് ഫോണ്ട് ഓഫ് സോൾ, ഏകാന്തത ഇഷ്ടപ്പെടുന്ന വ്യക്തിയെ വിളിക്കുന്ന പേരാണ് റെക്ലൂസ്. ഓപ്ഷൻ ഡി. സോ അടുത്ത ക്വസ്റ്റ്യൻ. എ സ്മോൾ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ വിത്ത് സെയിം ഇൻട്രസ്റ്റ് ഹു ഡു നോട്ട് വാണ്ട് അതേഴ്സ് ടു ജോയിൻ. ചെറിയൊരു ഗ്രൂപ്പ്, അവർക്ക് അവരുടേതായ ഒരു പർട്ടിക്കുലർ ഇൻട്രസ്റ്റ് ഉണ്ട്, അവർക്ക് മറ്റുള്ളവരിങ്ങനെ അതിൽ ഭാഗമാകുന്നതിന് അവർക്ക് വലിയ താല്പര്യമൊന്നുമില്ല. നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ബെവി എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് ഗേൾസിനൊക്കെ പറയുന്ന സംഭവമാണ്, ഗ്രൂപ്പ് വിളിക്കുന്ന പേരാണ് ബെവി.
ബേബി എന്ന് പറയുന്ന ലാർജ് ഗ്രൂപ്പ് ഓഫ് ഗേൾസ് അല്ലെങ്കിൽ ലേഡീസിനെ വിളിക്കുന്ന പേരാണ് ബേബി. ക്ലീക്ക് എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ എ സ്മോൾ ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസ് ബിലോങ്ങിങ് ടു എ ബോഡി, ഒരു പർട്ടിക്കുലർ ബോഡിയിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു സ്മോൾ ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസ്, അതാണ് ക്ലീക്ക്. പറഞ്ഞാൽ സ്മോൾ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ വിത്ത് സെയിം ഇൻട്രസ്റ്റ് ഡു നോട്ട് വാണ്ട് അതേഴ്സ് ടു ജോയിൻ ദ ഗ്രൂപ്പ് എന്ന് പറയുന്നതും ക്ലീക്ക് എന്ന് തന്നെയാണ്. സോ ഇതാണ് നമ്മുടെ ഉത്തരം. ബേബി ഗ്രൂപ്പ് ഓഫ് GP എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് ഗേൾസ് ഓർ ലേഡീസ്. ക്ലീക്ക് എന്ന് പറഞ്ഞാൽ സ്മോൾ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ വിത്ത് സെയിം ഇൻട്രസ്റ്റ് ഡു നോട്ട് വാണ്ട് അതേഴ്സ് ടു ജോയിൻ ദ ഗ്രൂപ്പ്, നമ്മുടെ ഉത്തരം. ഇനി ക്ലേക്ക് എന്താണെന്ന് നോക്കാം, കോക്കസ് എന്താണെന്ന് നോക്കാം. സോ ക്ലേക്ക് എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പ് ഓഫ് ഫോളോവേഴ്സാണ്. എന്ത് പറഞ്ഞാലും ഇപ്പോൾ ഒരാൾ എന്ത് പറഞ്ഞാലും ശരിയാണ് സാർ പൊളിയാണെന്ന് പറഞ്ഞ് കൂടെ നടക്കുന്ന ഇപ്പം കുറേ ഫോളോവേഴ്സ് ഉണ്ടല്ലോ. വേണമെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് സൈക്കോഫൻ ഫോളോവേഴ്സ് എന്ന് പറയാം. അതാണ് ക്ലേക്ക് എന്ന് പറയുന്നത്. സൈക്കോഫൻ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. പൊക്കി അടിക്കുന്നത്, അതായത് വൻ സംഭവമാണ് പൊക്കി അടിക്കുന്ന ഒരു, നമ്മൾ ഫ്ലാറ്റർ എന്ന് പറയത്തില്ലേ, എ ഗ്രൂപ്പ് ഓഫ് സൈക്കോഫൻഡ് PHAND ഫോളോവേഴ്സ്, അതാണ് ക്ലേക്ക്. ഇനി കോക്കസ് എന്ന് പറയുന്നത് സത്യം പറഞ്ഞ ഒരു പൊളിറ്റിക്കൽ ഗ്രൂപ്പ്, ചെറിയൊരു പൊളിറ്റിക്കൽ ഗ്രൂപ്പ് എന്നൊക്കെ പറയുന്നത്, അവരൊരു കോക്കസ് ഉണ്ടാക്കി എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, അതാണ് കോക്കസ് എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ വിത്ത് സിമിലർ ഇൻട്രസ്റ്റ് ഓഫൺ വിത്തിൻ എ ലാർജ് ഓർഗനൈസേഷൻ ഓർ എ പൊളിറ്റിക്കൽ പാർട്ടി. അതൊരു ചെറിയൊരു പൊളിറ്റിക്കൽ പാർട്ടിക്കകത്ത് ഒരു കോക്കസ് ഉണ്ടാക്കാമെന്ന് നമ്മൾ പറയത്തില്ലേ, നമ്മൾ ഗ്രൂപ്പ് ഉണ്ടാക്കാമെന്നൊക്കെ പറയത്തില്ല. അതുപോലെ തന്നെ ആ ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്കകത്തു നിന്നുകൊണ്ട് ചെറിയൊരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ അവർക്ക് ഒരു പർട്ടിക്കുലർ ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഗ്രൂപ്പാണ് കോക്കസ് എന്ന് പറയുന്നത്. സോ ഏകദേശം എല്ലാ ഒരു സാമ്യമുള്ള ഓപ്ഷൻസാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ എക്സാക്ട് ഓപ്ഷൻ എന്ന് പറയുന്നത് ക്ലിക്കാണ്. ഓപ്ഷൻ B ആണ് 32ൻ്റെ ഉത്തരം. ഇനി അടുത്ത് നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 33, ഫ്യൂണറൽ പ്രൊസഷൻ. ഫ്യൂണറൽ പ്രൊസഷനെ വിളിക്കുന്ന പേരാണ് നമുക്ക് അറിയേണ്ടത്. സോ 4 ഓപ്ഷൻസ് ഉണ്ട്. കോൺഗ്രിഗേഷൻ എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് ഫോളോവേഴ്സ് അല്ലെങ്കിൽ റിലീജിയസ് ഫോളോവേഴ്സിൻ്റെ ഒരു ഗ്രൂപ്പിനെ വിളിക്കുന്ന പേരാണ് കോൺഗ്രിഗേഷൻ എന്ന് പറയുന്നത്. ഗ്രൂപ്പ് ഓഫ് വർഷിപ്പേഴ്സ് അല്ലെങ്കിൽ റിലീജിയസ് വർഷിപ്പേഴ്സ്, ഗ്രൂപ്പ് ഓഫ് GP, ഗ്രൂപ്പ് ഓഫ് വർഷിപ്പേഴ്സിനെ വിളിക്കുന്ന പേരാണ് കോൺഗ്രിഗേഷൻ. ഇനി കോർട്ടേജ് എന്ന് പറയുന്നതാണ് നമ്മുടെ ഉത്തരം. ഫ്യൂണറൽ പ്രൊസഷനെ വിളിക്കുന്ന പേരാണ് കോർട്ടേജ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനിയിപ്പോൾ ഹാംലെറ്റ് എന്താണെന്ന് നോക്കാം. ഹാംലെറ്റ് എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് ഹൗസസ് ഇൻ എ വില്ലേജ്, ചെറിയൊരു സെറ്റിൽമെൻറ്റ് അല്ലെങ്കിൽ ചെറിയൊരു കുറച്ച് ഹട്ടുകൾ അല്ലെങ്കിൽ ചെറിയ കുറച്ച് വീടുകൾ ചേർന്നുള്ള ഒരു ഗ്രൂപ്പ്, അതാണ് ഹാംലെറ്റ്. അപ്പോൾ ഗ്രൂപ്പ് ഓഫ് ഹൗസസ് ഇൻ എ വില്ലേജസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഗ്രൂപ്പ് ഓഫ് ഹൗസസ് ഇൻ എ വില്ലേജ്. ഇനിയിപ്പം ബ്രൂഡ് എന്താണെന്ന് നോക്കാം. ബ്രൂഡ് എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ഫാമിലി ഓഫ് യങ് വൺസ്, അതായത് ഇപ്പം നമ്മുടെ യങ്ങർ വൺസിൻ്റെ ഒരു ഫാമിലി. ഇപ്പം കിറ്റൻസ്, അതായത് ഇപ്പം കിറ്റൻസിൻ്റെ ഒരു ഫാമിലി അല്ലെങ്കിൽ ചെറിയ കുഞ്ഞു പട്ടികളുടെ ഒരു കൂട്ടം, അതെല്ലാം ഫാമിലി ഓഫ് യങ് വൺസ് ആണ്. അതാണ് ബ്രൂഡ്. ഫാമിലി ഓഫ് യങ് വൺസ്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 34ലേക്ക് കടക്കാം. സയൻറ്റിഫിക് സ്റ്റഡി ഓഫ് സ്ട്രക്ചർ ഓഫ് ടീത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ പല്ലുകളുടെ സ്ട്രക്ചറിനെ പറ്റിയുള്ള ഒരു സയൻറ്റിഫിക് സ്റ്റഡിയെ വിളിക്കുന്ന പേരാണ്, നമുക്ക് ആദ്യം ഓപ്ഷൻസ് നോക്കാം. പെട്രോളജി എന്ന് പറഞ്ഞാൽ സ്റ്റഡി ഓഫ് റോക്സ് ആണ്. ഡാക്ടിലോളജി നമ്മൾ ഓൾറെഡി പഠിച്ചു, നമ്മുടെ കൈകൊണ്ടുള്ള കമ്മ്യൂണിക്കേഷൻ, അതാണ് ഫിംഗർ പ്രിൻറ്റ്സ് അല്ലെങ്കിൽ നമ്മുടെ കൈവിരലുകൾ കൊണ്ടുള്ള കമ്മ്യൂണിക്കേഷനാണ് ഡാക്ടിലോളജി, നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. കാർട്ടോഗ്രഫി എന്ന് പറയുന്നത് സ്റ്റഡി ഓഫ് മാപ്പിനെ പറ്റിയിട്ടുള്ള സ്റ്റഡി ഓഫ് മാപ്പിംഗ് അല്ലെങ്കിൽ സ്റ്റഡി ഓഫ് മാപ്സ് ആണ് കാർട്ടോഗ്രഫി. അപ്പോൾ നമ്മുടെ ഉത്തരം ഓഡോണ്ടോളജി ആണ് സ്റ്റഡി ഓഫ് സ്ട്രക്ചർ ഓഫ് ടീത്ത്. സോ അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 35, ഫിയർ ഓഫ് ക്ലോസ്ഡ് ഓർ കൺഫൈൻഡ് സ്പേസ്. ചെറിയ അടച്ചിട്ട ഒരു സ്ഥലം, അടച്ചിട്ടൊരു സ്പേസിനെ പേടിക്കുന്ന ഒരു വ്യക്തി. അത് വളരെ കോമൺ ആണ്. അതിൻ്റെ ഉത്തരം ക്ലോസ്ട്രോഫോബിയ എന്നാണ്. ഇനി ബാക്കിയുള്ള ഓപ്ഷൻസ് കേൾക്കുന്നു. അഗ്രോഫോബിയ എന്ന് പറഞ്ഞാൽ ഫിയർ ഓഫ് ഓപ്പൺ സ്പേസ് ആണ്. തുറന്നിട്ട സ്ഥലങ്ങളെ പേടിക്കുന്ന ഒരു പേടിയുടെ പേരാണ് അഗ്രോഫോബിയ. ഇനി ഗ്നോസിയോഫോബിയ എന്ന് പറഞ്ഞാൽ ഫിയർ ഓഫ് നോളജ് ആണ്, അതായത് അറിവിനെ പേടിക്കുക. ഗ്നോസിയോഫോബിയ എന്ന് പറഞ്ഞാൽ ഫിയർ ഓഫ് നോളജ്. ഇനി എർഗോഫോബിയ എന്ന് പറഞ്ഞാൽ ജോലിയെ പേടിക്കുക, ഫിയർ ഓഫ് വർക്ക് അല്ലെങ്കിൽ ഫിയർ ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ് എന്നൊക്കെ പറയത്തില്ല, അതാണ് എർഗോഫോബിയ.
സോ അങ്ങനെ നമ്മുടെ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻസ് കഴിഞ്ഞിരിക്കുകയാണ്. ഇന്ന് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ദ മോസ്റ്റ് സൂട്ടബിൾ ഫ്രേസൽ വേർബ്സിൻ്റെ പ്രയോഗങ്ങളാണ് അടുത്ത കുറച്ച് ക്വസ്റ്റ്യൻസിൽ നമ്മൾ കാണുന്നത്. സോ ക്വസ്റ്റ്യൻ നമ്പർ 36 ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ദ പോലീസ് വെയർ ഡാഷ് ബൈ ദ ലോക്കൽസ്. 4 ഓപ്ഷൻസ് ആണ്: കോൾഡ് അപ്പ്, കോൾ അറ്റ്, കോൾഡ് ഇൻ, കോൾ ഓഫ്. സോ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം, ഓരോന്നിൻ്റെ അർത്ഥം നമുക്ക് നോക്കാം. കോളപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം വിളിക്കുക എന്ന് പറയത്തില്ലേ, നമ്മളിപ്പോൾ പോലീസിനെ വിളിക്കുക, അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക, നമ്മൾ കൂട്ടുകാരെ വിളിക്കുക എന്നൊക്കെ പറയത്തില്ല, ടു ടെലിഫോൺ അല്ലെങ്കിൽ ടു റിക്കോൾ. പിന്നെ നമ്മൾ ഓർത്തെടുക്കുക എന്ന് പറയുന്നത് കോളപ്പ് എന്നാണ് പറയുന്നത്. അപ്പോൾ ടെലിഫോൺ അല്ലെങ്കിൽ റീകോൾ ആണ് കോൾഡ് അപ്പ്. ടെലിഫോൺ ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ കാര്യങ്ങൾ ഓർത്തെടുക്കുക. 2 രീതിയിലും നമുക്കിപ്പം കോൾഡ് അപ്പിനെ ഉപയോഗിക്കാം. സോ അടുത്ത കോൾഡ് അറ്റ് ആണ്. കോൾഡ് അറ്റും ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം നമുക്ക് ചെറിയ ചെറിയ വ്യത്യാസത്തിലും വലിയ വലിയ അർത്ഥങ്ങളാണ് വ്യത്യാസം വരുന്നത്. സോ കോൾഡ് അറ്റിൻ്റെ അർത്ഥം എന്താണെന്ന് നോക്കാം. കോൾഡ് അറ്റ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരു പ്ലേസിലേക്ക് ചെല്ലുക, അല്ലെങ്കിൽ ഒരാളെ മീറ്റ് ചെയ്യാൻ വേണ്ടി ഒരു പ്ലേസിലേക്ക് പോവുക. ഇപ്പം ഐ കോൾഡ് അപ്പ് അറ്റ് ദ റെസിഡൻസ് ഓഫ് മൈ ബ്രദർ എന്നൊക്കെ പറയത്തില്ലേ. ഗോ ടു മീറ്റ് എ പേഴ്സൺ, അല്ലെങ്കിൽ എന്താ പറയുക, അല്ലെങ്കിൽ വിസിറ്റ് എ പ്ലേസ് ടു മീറ്റ്. വിസിറ്റ് എ പ്ലേസ് ടു മീറ്റ് സമ്മൺ. അതാണ് കോൾഡ് അറ്റ്. ഇനിയുള്ളത് കോൾ ഇൻ ആണ്. കോൾ ഇൻ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ കോൾ ഔട്ട് എന്നും പറയാം. കോൾ ഇന്നും കോൾ ഔട്ട് ഏകദേശം ഒരേ അർത്ഥമാണ് കൺവേ ചെയ്യുന്നത്. കോൾ ഇൻ എന്ന് പറയാൻ നമ്മൾ ഹെൽപ്പിന് വേണ്ടി അപേക്ഷിക്കുക, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു എന്താ പറയുക, ഇപ്പോൾ പോലീസിനെ വിളിക്കുക എന്നൊക്കെ പറയത്തില്ല. നമ്മളിപ്പോൾ എന്തെങ്കിലും കള്ളം വന്നാൽ നമ്മൾ പോലീസിനെ ഹെൽപ്പിന് വേണ്ടി പോലീസിനെ വിളിക്കുമല്ലോ. അത് കോൾഡ് ഇൻ എന്നും പറയാം, അല്ലെങ്കിൽ കോൾ ഇൻ എന്നും പറയാം, അല്ലെങ്കിൽ കോൾ ഔട്ട് എന്നും പറയാം. രണ്ടും നമ്മൾ ഹെൽപ്പിന് വേണ്ടി അപേക്ഷിക്കുന്നതിനാണ് ഈ കോൾ ഇൻ എന്നും കോൾ ഔട്ട് എന്ന് പറയുന്നത്. സെൻഡ് ഔട്ട് ഫോർ ഹെൽപ്പ് അല്ലെങ്കിൽ സെൻഡ് ഫോർ ഹെൽപ്പ് എന്ന് പറയുന്നത്. സെൻഡ് ഫോർ ഹെൽപ്പ്. സോ അടുത്ത കോൾഡ് ഓഫ് ആണ്. കോൾഡ് ഓഫ് എന്ന് പറഞ്ഞാൽ ക്യാൻസൽ ചെയ്യുക. അത് വളരെ കോമൺ ആണ്. നമ്മൾ പലപ്പോഴും ഉപയോഗിക്കുന്ന ഒരു ഐറ്റമാണ് കോൾഡ് ഓഫ്. നമ്മളിപ്പോൾ ഒരു മീറ്റിംഗ് കോൾ ഓഫ് ചെയ്യുമെന്നൊക്കെ പറയത്തില്ലേ. സോ ഇത്രയൊക്കെയാണ്. അപ്പം പോലീസിനെ ഒരു ഹെൽപ്പിന് വേണ്ടി പോലീസിനെ വിളിച്ചു, അല്ലെങ്കിൽ പോലീസ് വന്നു, അല്ലെങ്കിൽ പോലീസിനെ വിളിക്കേണ്ടി വന്നു. അപ്പം നമ്മൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് സെൻഡ് ഫോർ ഹെൽപ്പ് അല്ലെങ്കിൽ കോൾ ഫോർ ഹെൽപ്പ് എന്ന് പറയുന്നത്. അത് കോൾഡ് ഇൻ ആണ്. പോലീസ് വെയർ കോൾഡ് ഇൻ ബൈ ദ ലോക്കൽസ്. അപ്പം ഓപ്ഷൻ സി ആണ് ഇതിൻ്റെ ഉത്തരം. ഇനി അടുത്തത്, ഇറ്റ്സ് ഹൈ ടൈം വി മസ്റ്റ് ഡാഷ് ഏജ് ഓൾഡ് കാസ്റ്റ് ഹൈറാർക്കീസ് ആൻഡ് കസ്റ്റംസ്. പഴയ കാസ്റ്റ് സിസ്റ്റത്തിൻ്റെ അനുബന്ധമായ കസ്റ്റംസും ട്രഡീഷൻസും ഒക്കെ നമ്മൾ നിർത്തണം, അല്ലെങ്കിൽ നമ്മൾ അതിൽ നിന്നും ഒരു വിടുതലുണ്ടാവണം. അതാണ് ഈ സെൻറ്റൻസ് അർത്ഥം വരുന്നത്. അപ്പോൾ ആ ഒരു അർത്ഥം കൺവേ ചെയ്യുന്ന ഏത് ഓപ്ഷനാണ് നമുക്ക് നോക്കാം. ഇപ്പോൾ കാസ്റ്റ് അവേ ഉണ്ട്, കാസ്റ്റ് ഡൗൺ ഉണ്ട്, കാസ്റ്റ് ഔട്ട് ഉണ്ട്, കാസ്റ്റ് ഓഫ് ഉണ്ട്. അപ്പം നമുക്ക് ആദ്യം കാസ്റ്റ് എവേയുടെ അർത്ഥം എന്താണെന്ന് നോക്കാം. ഓപ്ഷനെ കാസ്റ്റ് എവേയുടെ അർത്ഥം എന്താണെന്ന് നോക്കുവാണെങ്കിൽ, നമ്മളൊരു കാര്യം വേണ്ട എന്ന് പറഞ്ഞ് എടുത്തെറിയുക എന്ന് പറയത്തില്ലേ, അല്ലെങ്കിൽ എടുത്തെറിയുക, വേണ്ട, യൂസ്ലെസ് ആണെന്ന് പറഞ്ഞ് എടുത്തെറിയുക. ഇപ്പം ത്രോ ഡൗൺ സംതിങ്, ത്രോ അവേ ആസ് യൂസ്ലെസ് എന്ന് വേണമെങ്കിൽ പറയാം. അതാണ് കാസ്റ്റ് അവേ. നമുക്ക് വേണ്ടെന്ന് വെച്ച് ഉപേക്ഷിക്കുക. ത്രോ അവേ ആസ് യൂസ്ലെസ്. ഇനി നമുക്ക് കാസ്റ്റ് ഡൗൺ എന്താണെന്ന് നോക്കാം. കാസ്റ്റ് ഡൗൺ എന്ന് പറഞ്ഞാൽ വിഷമത്തോടെ ഇരിക്കുക, ഡിജക്റ്റഡ് ആയിട്ട് ഇരിക്കുക. അതാണ് കാസ്റ്റ് ഡൗൺ എന്ന് പറയുന്നത്. അപ്പം അതിന് ഒരു അപ്രോപ്രിയേറ്റ് ഒരു സെൻറ്റൻസ് പറയുവാണെങ്കിൽ, ഒരു എക്സാമിൻ്റെ റിസൾട്ട് വന്നപ്പോൾ ഹി ഈസ് കാസ്റ്റ് ഡൗൺ ആസ് എക്സാം റിസൾട്ട് കെയിം, അല്ലെങ്കിൽ എന്താ പറയുക, ഹി ഈസ് കാസ്റ്റ് ഡൗൺ ആസ് എ റിസൾട്ട് ഓഫ് ദി ഫെയിലിയർ ഇൻ ദ എക്സാമിനേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. എക്സാമിൻ്റെ തോറ്റപ്പോഴേക്കിനും ഒരാൾ വളരെ ഡിജക്റ്റഡ് ആയാലും വളരെ വിഷമത്തോടെ ഇരിക്കുക. അതാണ് കാസ്റ്റ് ഡൗൺ എന്ന് പറയുന്നത്, ഫീലിംഗ് ഡിജക്റ്റഡ്. ഉണ്ടോ, ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയപ്പോൾ അർത്ഥം ഭയങ്കര കംപ്ലീറ്റ്ലി മാറുകയാണ് ഉണ്ടായത്. ഇനി നമുക്ക് കാസ്റ്റ് ഔട്ട് എന്താണെന്ന് നോക്കാം. കാസ്റ്റ് ഔട്ടിന് പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. നമ്മളിപ്പോൾ ആ ഒരു
ഫ്ലോയിൽ അങ്ങ് അവിടെ കൊടുത്തിട്ട് തന്നേ ഉള്ളൂ. ഇപ്പം ഒരു കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടി കൊടുത്തതന്നേ ഉള്ളൂ. ഇനി നമുക്ക് കാസ്റ്റ് ഓഫ് എന്ന ഇതിൻ്റെ അർത്ഥം നോക്കാം. കാസ്റ്റ് ഓഫ് എന്ന് പറഞ്ഞാൽ റിമൂവ് ചെയ്യുക അല്ലെങ്കിൽ റിലീസ് ചെയ്യുക എന്ന് പറയുന്നതാണ് കാസ്റ്റ് ഓഫ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഓർഗനൈസേഷൻ മസ്റ്റ് കാസ്റ്റ് ഓഫ് ഓൾഡ് ഫാഷൻ പ്രാക്ടീസസ് ഇൻ ഓർഡർ ടു സർവൈവ്. അത് പഴയ പ്രാക്ടീസ് നമ്മൾ എന്താ പറയുക റിലീസ് ചെയ്യണം അല്ലെങ്കിൽ മാറ്റിയാലേ നമ്മളിതിന് രക്ഷപ്പെടത്തുള്ളൂ എന്നൊക്കെ പറയുന്നത്. അതായത് കാസ്റ്റ് ഓഫ്, റിലീസ് ഓഫ് അല്ലെങ്കിൽ റിമൂവ്, റിലീസ് അല്ലെങ്കിൽ റിമൂവ് എന്ന് പറയാം. റിലീസ്. സോ നമ്മൾ നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ എ ഓപ്ഷൻ ഡി ഏകദേശം ഒരേ അർത്ഥമൊക്കെ തന്നെയാണ് വരുന്നത്. പക്ഷേ നമ്മൾ ഇതിൽ ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള വാക്കാണ് ഇവിടെ ഉപയോഗിക്കേണ്ടത്. സോ ഇവിടെ ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള വാക്കെന്ന് പറഞ്ഞാൽ കാസ്റ്റ് സിസ്റ്റം യൂസ്ലെസ് ആയി, അതുകൊണ്ട് എടുത്ത് കളയേണ്ട ആവശ്യകതയാണ്. സോ കാസ്റ്റ് അവേ. ഓപ്ഷൻ എ ആണ് ഇതിൻ്റെ ഉത്തരം. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 38 നമുക്ക് നോക്കാം. ഡ്യൂ ടു COVID-19 ഇറ്റ് ഇസ് വെരി ഡിഫിക്കൽട്ട് ടു ഡാഷ് അവർ ഫാമിലി ബിസിനസ്. COVID-19 ഒരുപാട് ബിസിനസ്സിനൊക്കെ ഒരുപാട് എസ്പെഷ്യലി സ്മോൾ സ്കെയിൽ ബിസിനസ്സിനൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. അപ്പോൾ പലർക്കും അത് നിലനിർത്താൻ വളരെ ബുദ്ധിമുട്ട് ഫേസ് ചെയ്യേണ്ടി വന്നു. അതാണ് അതിൻ്റെ അർത്ഥം. 4 ഓപ്ഷൻസ് ക്യാരി ഓൺ, ക്യാരി അവേ ബൈ, ക്യാരി ഔട്ട്, 4 ഓപ്ഷൻസ് ഈ ഓപ്ഷൻ ടീം സെയിം ആണ്. സാരമില്ല, നമുക്ക് നോക്കാം ഇതിലേതാ കറക്റ്റ് ഉത്തരമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ക്യാരി ഓൺ എന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് നോക്കാം. ക്യാരി ഓൺ എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂ ചെയ്യുക, നിലനിർത്തുക. നേരത്തെ പറഞ്ഞാൽ കണ്ടിന്യൂ ചെയ്യുക അല്ലെങ്കിൽ നിലനിർത്തുക. അപ്പോൾ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു കണ്ടിന്യൂ അവർ ഫാമിലി ബിസിനസ് എന്ന് പറയത്തില്ല, അല്ലെ? അതിന് പകരം ഇറ്റ്സ് ഡിഫിക്കൽട്ട് ടു ക്യാരി ഓൺ വിത്ത് അവർ ഫാമിലി ബിസിനസ് നമുക്ക് വേണേൽ പറയാം. അപ്പം ക്യാരി ഓൺ, കണ്ടിന്യൂ. ക്യാരി ഓൺ എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂ. ഇതിൻ്റെ ഉത്തരം നോക്കാം. നമുക്ക് ആദ്യം ബാക്കിയുള്ള ഓപ്ഷൻസ് നോക്കാം. ക്യാരി അവേ ബൈ. ക്യാരി അവേ ബൈ എന്ന് പറഞ്ഞൊരു കൺട്രോൾ പോവുക, ലൂസ് കൺട്രോൾ എന്ന് പറയത്തില്ലേ? ഇപ്പം നമ്മൾ എന്താ നമ്മുടെ നിയന്ത്രണം നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുക, ടു ലൂസ് കൺട്രോൾ. അതാണ് ക്യാരി അവേ ബൈ എന്ന് പറയുന്നത്. ടു ലൂസ് കൺട്രോൾ, ടു ലോസ് കൺട്രോൾ ആണ് ക്യാരി അവേ ബൈ. ഇനി ക്യാരി ഔട്ട് നമ്മളൊരു കാര്യം ചെയ്തു അല്ലെങ്കിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തു എന്നൊക്കെ പറയത്തില്ലേ? ക്യാരി ഔട്ട് എന്ന് പറഞ്ഞാൽ ഇംപ്ലിമെൻ്റ് ആണ്, നമുക്ക് അറിയാവുന്ന വാക്കാണ് ക്യാരി ഔട്ട്. അത് തന്നെയാണ് ഓപ്ഷൻ ഡിയിലും ക്യാരി ഔട്ട് തന്നെയാണ്. സോ ഇപ്പം ഇതിലേറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള വാക്കെന്ന് പറയുന്നത് ഓപ്ഷൻ എ, ക്യാരി ഓൺ ആണ്. ഇറ്റ് ഇസ് വെരി ഡിഫിക്കൽട്ട് ക്യാരി ഓൺ അവർ ഫാമിലി ബിസിനസ്. ഓപ്ഷൻ എ ആണ് 38ാമത്തെ ക്വസ്റ്റ്യൻ്റെ ഉത്തരം. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 39. ഹി ഡാഷ് എ ഫാമിലി ഓഫ് ലീഗൽ ലൂമിനറീസ്. ലീഗൽ ലൂമിനറീസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള അഡ്വക്കേറ്റ്സ് അല്ലെങ്കിൽ ജഡ്ജിമാരെന്നൊക്കെ പറയത്തില്ല, ലീഗൽ ലൂമിനറീസ്. ലീഗൽ ഫീൽഡിൽ വളരെ ഫേമസ് ആയിട്ടുള്ള വ്യക്തികൾ. അപ്പോൾ നമുക്ക് ഇതിൽ ഊഹിക്കാവുന്ന ഒരു അർത്ഥം ഹി ബിലോങ്സ് ടു എ ഫാമിലി ഓഫ് ലീഗൽ ലൂമിനറീസ് എന്ന് വളരെ സിമ്പിളായിട്ട് പറയാം. പക്ഷെ ഇവിടെ ആ ഒരു അർത്ഥം കൺവേ ചെയ്യുന്ന വാക്ക് ഏതാണെന്ന് നമുക്ക് നോക്കാം. 4 ഓപ്ഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. കംസ് ബൈ, കംസ് ഓഫ്, കം അബൌട്ട്. ഇതിലേതാണ് ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള വാക്ക് എന്ന് നമുക്ക് നോക്കാം. ഇതിലാദ്യം നമുക്ക് കംസ് ബൈ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് നമുക്ക് നോക്കാം. സോ കംബൈ എന്ന വാക്കിൻ്റെ അർത്ഥം, കംസ് ബൈ അല്ലെങ്കിൽ കംബൈ എന്നൊക്കെ പറയുന്ന വാക്കിൻ്റെ അർത്ഥം കിട്ടുക എന്നാണ്. ഹാവ് യു കംബൈ മൈ ഗോൾഡ് റിംഗ് എന്ന് ഇപ്പം നമ്മൾ ഒരാളോട് ഇപ്പം നമ്മുടെ എൻ്റെ സ്വർണ്ണമാല അല്ലെ സ്വർണ്ണ മോതിരം കണ്ടു എന്ന് ചോദിക്കാം. ഹാവ് യു കംബൈ മൈ ഗോൾഡ് റിംഗ് എന്ന് വേണമെങ്കിൽ ചോദിക്കാം. ടു ഗെറ്റ് അല്ലെങ്കിൽ ഗെറ്റ് എന്നതാണ് കംസ് ബൈ. ഇനി കംസ് ഓഫ് അല്ലെങ്കിൽ കം ഓഫ്. ഇപ്പം ഈ ഒരു ഇത് സിംഗുലർ ആയതുകൊണ്ടാണ് ഇതിനെല്ലാതെ എസ് വരുന്നത്. അല്ലെങ്കിൽ ഇപ്പം ദേ അല്ലെങ്കിൽ പ്ലൂറൽ നൗൺ ആണെങ്കിൽ നമുക്ക് കം ഓഫ് അല്ലെങ്കിൽ കംസ് ഓഫ്, കംബൈ എന്നൊക്കെ പറയും. ഇപ്പം കംസ് ഓഫ് എന്ന് പറയാൻ കാര്യം ഇത് സിംഗുലർ നൗണിനെ ഡീൽ ചെയ്യുന്ന ഒരു സെൻറ്റൻസ് ആയതുകൊണ്ടാണ്. സോ ഓപ്ഷൻ ബി കംസ് ഓഫ്, ഡബിൾ എഫ് ആണ്. അതിൻ്റെ അർത്ഥം നമുക്ക് നോക്കാം. സോ കം ഓഫ് നമുക്ക് വളരെ ഈസി ആയിട്ട് പറയാം. അത് സെപ്പറേറ്റ് ആവുക അല്ലെങ്കിൽ അത് റിമൂവ് ആവുക.
എന്ന് പറയുന്നതാണ് നമുക്ക് ഈ ഇപ്പോൾ പ്ലാസ്റ്റർ കെയിം ഓഫ് എന്നൊക്കെ പറയത്തില്ലേ, ഡബിൾ എഫ് ആണ്. റിമൂവ് അല്ലെങ്കിൽ ടു ഗെറ്റ് സെപ്പറേറ്റഡ്, ഡബിൾ എഫ് ആണെന്ന് ഓർമ്മ വേണം. ഇനി നമ്മൾ സിംഗിൾ എഫിൻ്റെ അർത്ഥം എന്താണ്? കംസ് ഓഫ്. ഇവിടെ കംസ് ഓഫ് അല്ലെങ്കിൽ കം ഓഫ് എന്നും പറയാം. സിംഗിൾ എഫ് ആണ്. ഇതാണ് ബിലോങ്. സോ ഇതായിരിക്കണം നമ്മുടെ ചോദ്യത്തിൻ്റെ ഉത്തരം. നമുക്ക് ലാസ്റ്റ് വേർഡും കൂടെ നോക്കി, ലാസ്റ്റ് ഓപ്ഷനും കൂടെ നോക്കിയിട്ട് നമുക്ക് തീർച്ചപ്പെടുത്താം. ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് കം അബൌട്ട്. സോ കം അബൌട്ടിൻ്റെ അർത്ഥം എന്താണെന്ന് നമുക്ക് ഏകദേശം അറിയാവുന്നതാണ്. ഹാപ്പൻ അല്ലെങ്കിൽ നടക്കുക. ഇപ്പം നമ്മൾ സെൻറ്റൻസ് ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു ഇൻസിഡൻറ്റ് കം അബൌട്ട് എന്ന് പറയുന്നത്, ദാറ്റ് പർട്ടിക്കുലർ ഇൻസിഡൻറ്റ് കെയിം അബൌട്ട് ഇൻ ആൻ അൺഫോർച്ചുനേറ്റ് ടൈം എന്ന് വേണമെങ്കിൽ, ദാറ്റ് പർട്ടിക്കുലർ ഇൻസിഡൻറ്റ് കെയിം അബൌട്ട് ഇൻ ആൻ അൺഫോർച്ചുനേറ്റ് ടൈം. അപ്പം കം അബൌട്ട് എന്ന് പറഞ്ഞാൽ ഹാപ്പൻ, നടക്കുക, HAPPEN. സോ ഇവിടെ ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ സി, കംസ് ഓഫ്, സിംഗിൾ എഫ്. ക്വസ്റ്റ്യൻ നമ്പർ 40. ഫ്രേസൽ വെർബിൻ്റെ ഇത്തവണത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. വിത്ത് ദ ടൈംലി ഇൻ്റർവെൻഷൻ ഓഫ് ഫയർഫോഴ്സ് ദ ഫയർ വാസ് ഡാഷ് സഡൻലി. അത് ഫയർ നമ്മൾ തീ അണയ്ക്കുക, അതാണ് അതിൻ്റെ അർത്ഥം വരേണ്ടത്. സോ ഇതിനകത്ത് ഏത് ഉത്തരവാണ് കറക്റ്റായിട്ട് വരുന്നത് നമുക്ക് നോക്കാം. സോ 4 ഓപ്ഷൻസ് ആണ്. ഫസ്റ്റ് പുട്ട് ഓഫ്, ഡബിൾ എഫ് ആണ്. അങ്ങനെ ഒരു വാക്കിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് പുട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ ഡബിൾ പുട്ട് ഓഫ്, OFF. അതുതന്നെ പോസ്റ്റ്പോൺ ചെയ്യുക എന്നതാണ്. ദാറ്റ് മീറ്റിംഗ് വാസ് പുട്ട് ഓഫ് എന്ന് പറയത്തില്ലേ, മീറ്റിംഗ് പോസ്റ്റ്പോൺ ആയി എന്നാണ് അതിൻ്റെ അർത്ഥം, പോസ്റ്റ്പോൺ. ഇനി പുട്ട് ഔട്ട് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് നമുക്ക് നോക്കാം. ഓപ്ഷൻ ബി, പുട്ട് ഔട്ട്. പുട്ട് ഔട്ട് എന്ന വാക്കിൻ്റെ അർത്ഥം എക്സ്റ്റിങ്ക്വിഷ് ചെയ്യുക അല്ലെങ്കിൽ ഫയർ എക്സ്റ്റിങ്ക്വിഷ് ചെയ്യുക, തീ അണയ്ക്കുക. പുട്ട് ഔട്ട്, ഫയർ വാസ് പുട്ട് ഔട്ട് എന്ന് നമ്മൾ പറയാം. എക്സ്റ്റിങ്ക്വിഷ്. ഇനി പുട്ടപ്പ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക, നമ്മളവിടെ താമസിക്കുക എന്ന് പറയുന്നത്, സ്റ്റേ ചെയ്യുക എന്ന് പറയുന്നത് വേണേൽ പുട്ടപ്പ് എന്ന് പറയാം. അതുപോലെ ഒരാളോട് ക്വസ്റ്റ്യൻ ചെയ്യുക എന്ന് പറയുന്നതും പുട്ടപ്പ് എന്ന് പറയാം. അപ്പോൾ അല്ലെങ്കിൽ സ്റ്റേസ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ വാസ് പുട്ടപ്പ് ടു ഹിം എന്ന് പറയത്തില്ലേ, അയാളോട് ചോദ്യം ചോദിച്ചു. അല്ലെങ്കിൽ ഈ പുട്ടപ്പ് അറ്റ് ദാറ്റ് പർട്ടിക്കുലർ ഹോട്ടൽ എന്ന് പറയും. ഇപ്പോൾ സ്റ്റേ, മറ്റൊരർത്ഥം ക്വസ്റ്റ്യൻ എന്നും വേണേൽ പറയാം, ചോദ്യം ചെയ്യുക. നമുക്ക് ലാസ്റ്റ് ഓപ്ഷൻ നോക്കാം, പുട്ട് ഡൗൺ. പുട്ട് ഡൗൺ എന്ന വാക്കിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അതങ്ങ് ക്രഷ് ചെയ്യുക. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു കലാപം, പോലീസ് പുട്ട് ഡൗൺ ദാറ്റ് പർട്ടിക്കുലർ റിവോൾട്ട് എന്ന് പറയത്തില്ലേ, ക്രഷ് ചെയ്യുക. സോ ഇതിൽ ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള വാക്ക് എന്ന് പറയുന്നത് പുട്ട് ഔട്ട് ആണ്. ഫയർ വാസ് പുട്ട് ഔട്ട്. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, കാര്യം വളരെ കോമൺ ആയിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. സോ നമ്മുടെ സൊല്യൂഷൻ ഡിസ്കഷൻ വീഡിയോ നമ്പർ 3 ഇവിടെ അവസാനിക്കുകയാണ്. നമ്മളോട് 40 ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്ത് നമ്മൾ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ലാസ്റ്റ് പാർട്ട് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. അത് അധികം താമസിയാതെ തന്നെ അതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഈ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു സൊല്യൂഷൻ ഡിസ്കഷന് അപ്പുറം നിങ്ങൾക്ക് പുതിയ വൊക്കാബുലറി ബിൽഡ് ചെയ്യാനുള്ള ഒരു അവസരമായിട്ട് കണക്കാക്കുക. കാര്യം നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക, പഠിക്കുക, നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. സോ താങ്ക് യു.